പല ബിസിനസ്സുകളും പൊളിയാനുള്ള പ്രധാന കാരണം കോ ഫൗണ്ടേഴ്സ് ആണ്. നമുക്കറിയാലോ, ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ ബാക്കിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ ഡ്രീം, വിഷൻ, എക്സ്പെർട്ടീസ്, കമ്മിറ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് ഇതെല്ലാമാണ് ശരിക്കും ഒരു ബിസിനസിനെ ഡ്രൈവ് ചെയ്യുന്നത്. ആ ബിസിനസിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് അതാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങണമെങ്കിൽ തന്നെ നമുക്ക് 2 ഡയറക്ടേഴ്സ് മിനിമം വേണം. അപ്പോൾ ഒരു കമ്പനി തുടങ്ങുമ്പോൾ നമുക്ക് ഒരാളെ കൂടെ കൂടണം. മാത്രമല്ല ഇന്റേണൽ ഓപ്പറേഷൻസും ഒരുപാട് കാര്യങ്ങൾ ഒരു ഫൗണ്ടർ ചെയ്യേണ്ടതല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരാളെ ഏൽപ്പിക്കും. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എംപ്ലോയീസ് ആയിട്ടാണെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടാണെങ്കിലും എല്ലാം വരുന്ന കമ്മ്യൂണിക്കേഷൻ വന്ന് നിൽക്കുന്നത് ഈ കോ ഫൗണ്ടർ അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഓപ്പറേഷൻസ് ഹെഡ് ചെയ്യുന്ന ഒരാളുടെ അടുത്താണ്. ദ ചലഞ്ച് ഈസ് ആ വ്യക്തി ഒരു ഓൺട്രപ്രണർ മൈൻഡ് സെറ്റോ ഗ്രോത്ത് മൈൻഡ് സെറ്റോ ഉള്ള ആളാകണമെന്നില്ല. വളരെ നല്ല മനുഷ്യനായിരിക്കും, വളരെ നല്ല രീതിയിൽ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ആ ഓൺട്രപ്രണർ ഡ്രീം ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ലെവൽ ഓഫ് തിങ്സ് പുള്ളിക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. പുള്ളി എപ്പോഴും ഒരു സേഫ്റ്റി നോക്കി കമ്പനിക്ക് അധികം റിസ്ക് വരാത്ത രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ആണ്. നമ്മൾ ഹൈ ഇന്റൻസിറ്റി ഗെയിംസ് കളിക്കുമ്പോഴാണ് നമുക്ക് അധികം നല്ല ഔട്ട്പുട്ട് കിട്ടുന്നത്. ടു ഷിഫ്റ്റ് ഫ്രം വൺ ഓർബിറ്റ് യു നീഡ് മാസീവ് പവർ. ഓക്കെ, അത് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു ഓൺട്രപ്രണർ വൈബിൽ തന്നെ പോകണം. പക്ഷെ ഇത് ഇല്ലാതെ വരുന്ന സമയത്ത് പലപ്പോഴും വലിയ വലിയ ലെവലിൽ എത്തേണ്ട ഓർഗനൈസേഷൻസ് ഫെയിൽ ആവും. ഇത് നമ്മൾ അറിയില്ല, അതാണ് ഇതിന്റെ പ്രശ്നം. ഇത് ഒരു എക്സ്റ്റേണൽ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് കാണാൻ പറ്റൂ. പക്ഷേ ഈ ആൾക്ക് ഒരിക്കലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, എങ്ങനെ പോയാലും കമ്മ്യൂണിക്കേഷൻ വന്ന് നിൽക്കുന്നത് ഈ ഒരു കോ ഫൗണ്ടറുടെ അടുത്താണ്. സോ ദാറ്റ്സ് എ ബിഗ് ചലഞ്ച്. അപ്പൊ നിങ്ങളൊരു ഫൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കോ ഫൗണ്ടർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാനേജറോ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു നിങ്ങളിലേക്ക് എത്തേണ്ട പലതും എത്താതെ പോകുന്നുണ്ടോ, ഈസ് ഇറ്റ് അഫക്റ്റിംഗ് യുവർ ബിസിനസ് എന്നുള്ളത്. വൺ തിങ് ലെറ്റ് മീ ടെൽ യു, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദാറ്റ് പേഴ്സൺ, ഇറ്റ്സ് അബൌട്ട് ദാറ്റ് അറേഞ്ച്മെന്റ്. നിങ്ങളിലേക്ക് എത്തേണ്ട കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് എത്തുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യുക. ബട്ട് അഗൈൻ, നോട്ട് എവറി കമ്മ്യൂണിക്കേഷൻ. ദാറ്റ്സ് വെയർ ദ ഗെയിം ഇസ്. അവിടെയാണ് ഒരു ചലഞ്ച്. വെൻ യു ഓപ്പൺ ദി ചാനൽ, എല്ലാ കമ്മ്യൂണിക്കേഷനും വരാൻ തുടങ്ങും. എന്നാൽ എല്ലാ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഒരിക്കലും എടുക്കാനും പറ്റില്ല. അപ്പോൾ ഇതൊരു ഇന്റലിജന്റ് നിങ്ങൾ പ്ലേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. പക്ഷേ യു ഹാവ് ടു സോൾവ് ദിസ് ഇഫ് യു റിയലി വാണ്ട് ടു ഗ്രോ. ഇങ്ങനെ ഒരു പ്രശ്നമില്ലെങ്കിൽ ദാറ്റ്സ് ഗുഡ്. ഓൾ ദി ബെസ്റ്റ്.